ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂറാണ് കേട്ടോ. കൊല്ലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടെടുത്ത ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീടിൻ്റെ മുൻവശത്ത് നല്ലോണം സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. പിന്നെ ഫ്രണ്ടാണ് സിറ്റ് ഔട്ട് നല്ല രീതിയിലാണ് വരുന്നത്. 2 സ്റ്റെപ്സ് വെച്ചിട്ട് കയറി വരുന്ന സിറ്റ് ഔട്ട്. അതിൻ്റെ സൈഡിൽ തന്നെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു കൊടക്ക് കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വരണ പോലെ വെള്ളാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഈ ആഷ് വന്നിട്ട് ഈ വാളുമത്തെ ആഷ് വന്നിട്ട് അറ്റ്മാറ്റക്കിന്റെ സ്റ്റോൺ പെയിന്റ് അത് സ്പ്രേ അടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോൺ പെയിന്റ് ആണ് അല്ലേ? സ്പ്രേ അടിച്ചിട്ട് അവർ ഇത് പെയിന്റ് ചെയ്യുന്നത്. ശരി, മണൽത്തരി പോലെ ഇരിക്കുന്നു. ഒരു തരം സ്റ്റോൺ ആണെന്ന് പറയണത് കണ്ടോ. ഇതിന്റെ നോക്കി അറിയാൻ പറ്റും ഒരു തരം സ്റ്റോൺ ആണ് വന്നേക്കുന്നത്. പിന്നെ ഇത് ഇവിടെ വന്നിട്ട് ചെരുപ്പൊക്കെ വെക്കാനുള്ള ഷൂറാക്ക് വന്നിട്ടുണ്ട്. ഒരു കൗണ്ടർ ഇവിടെ. ഇതെന്തിനാണ് ഇത് ചെയ്ത് കയറി ഇരിക്കാനാണോ? ഇവിടെ ഒരു കൗണ്ടർ പോലെ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. വുഡിന്റെ ടെക്സ്ചറുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവിങ് റൂമിലേക്ക് കടക്കാണ്. ലിവിങ് റൂമിലേക്ക് കടക്കുമ്പോൾ സെറ്റി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്യിപ്പിച്ചാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് കാർപ്പൻറ്റർ ചെയ്താണ്? അതുപോലെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതേ ഇവിടെ ഒരു നിലവിളക്ക് വരുന്നുണ്ട്. ലിവിങ്ങിന് കടക്കുമ്പോൾ ഒരു 4 തൂണ് പോലെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താ കോട്ടിയാട് പോലെ വെച്ചിട്ടുണ്ട്. താഴെ ഇത് ടൈലല്ലടാ വരുന്നത്. ടൈല് മേലതി പർഗോള വെച്ചു. പിന്നെ ഇതിവിടെ പൂജാ റൂമാണ് വരണം. നമുക്ക് പൂജാ റൂമിൻ്റെ അവിടെ നിന്ന് നമ്മൾ കയറുന്നത് ഡൈനിങ് സെക്ഷനിലേക്കാണ്. ഡൈനിങ് സെക്ഷൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ്. ഇതെന്ന് പറയുന്നത് ഒരുപാട് പഴക്കം ചെന്നൊരിതാണ്, പുതിയതല്ല. എനിക്ക് തോന്നുന്നു 80 വർഷം പഴയുള്ള ഒരു ക്രോക്കറിയുടെ ഒരു ഷെൽഫാണ്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ കിച്ചണിലേക്ക് ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ സ്റ്റെയറും ഇവിടെ നമ്മുടെ ഒരു വാഷിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. വാഷിംഗ് ഏരിയയിൽ പോകുമ്പോൾ ഇത് സെൻസർ അല്ലേ? നമ്മുടെ വെള്ളം 3rd ഫ്ലോറിലാണ് ടാങ്ക് വെക്കുന്നത്. അപ്പം വെള്ളം എത്ര ടാങ്കിലുണ്ടെന്ന് ഇതിങ്ങനെ അറിയാൻ പറ്റും. അപ്പം ഈ ലെവൽ വരെ വെള്ളമുണ്ട്. ഗ്രീൻ അല്ലേ? നമ്മുടെ മോട്ടർ ഓൺ ചെയ്യുമ്പം ഇതിങ്ങനെ ലെവൽ കൂടി ഓഹോ, കുറയുമ്പോൾ റെഡ് വരും. അപ്പം നമ്മൾ ഓൺ ചെയ്യണം, ഓട്ടോമാറ്റിക് ഓഫ് ആവും. വാഷിംഗ് ഏരിയയിൽ വരുമ്പോൾ ഒരു പ്രത്യേകത കണ്ടോ, സെൻസറിൻ്റെ ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. പ്ലസ് ഈ മിറർ എന്ന് പറയുന്നത് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തും. പിന്നെ ആസ് യൂഷ്വൽ വാഷ് ബേസിൻ, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് വാഷ് ബേസിൻ്റെ അവിടുത്തെ. എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടമാണ്. വുഡ് ആൻഡ് ഗ്ലാസ് മിക്സ് ചെയ്തിട്ട് വരണതാണ്. ഓക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഐലാൻഡ് ടൈപ്പ് മോഡലാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇതിവിടെ ഒരു ഷോളായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബാംഗ്ലൂരാണോ? ബാംഗ്ലൂരാണ്. ഐലാൻഡ് ടൈപ്പാണ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസും വരുന്നുണ്ട്. ഈ ഗ്യാസ് തൽക്കാലിക യൂസ് ആണ് കേട്ടോ. ഇത് മാറ്റി ടെമ്പററി ആയിട്ട് വെച്ചേക്കുന്ന. ഇവര് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ. താമസമാകുമ്പോൾ പതുക്കെ മേടിക്കും. ഓഹോ, അപ്പൊ ഈ സ്പേസ് ഡിഷ് വാഷറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണല്ലേ അത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വിൻഡോയും കൂടെ ഉണ്ട്. കിച്ചണിൽ നമ്മൾ ഒരു വർക്കിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചണോട് അനുബന്ധിച്ച് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. സെപ്പറേറ്റ് സെക്ഷനായിട്ട് ഈ ഒരു ചുമര വരുന്നത്. ഇത് താഴ്ന്ന് വരുന്നൊരു ബെഡ്റൂമാണ്, ഗസ്റ്റ് റൂം. ദേ ആസ് യൂഷ്വൽ ദേ കബോർഡ് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോറിഡോറിന്ന് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് പോലെ വെച്ചിട്ട് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പോവാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഈ സൈഡിലൊരു വിൻഡോ വെച്ചിട്ടുണ്ട്. ഇതാണ് കയറി ചെല്ലുമ്പോൾ L ഷേപ്പിലാണ് ഹാള് വരുന്നത്.
മേലേക്ക് വീണ്ടും ഒരു സ്റ്റെയർ വരുന്നുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ദേ മാസ്റ്റർ ബെഡ്റൂം, മേലത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത്. ഫുൾ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുൾ കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആസ് യൂഷ്വൽ കോട്ട് വെച്ചിട്ടുണ്ട്, ബെഡൊന്നും വെച്ചിട്ടില്ല കേട്ടോ, കോട്ട്, വിൻഡോ. ഇത് ഫ്രണ്ടിലേക്കുള്ള ഓപ്പൺ ടെറസാണ് വരുന്നത്. സിംഗിൾസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പറയുന്നത്. ഇത് കണ്ടോ, ഒരു സാൻഡ് ടെസ്റ്ററാണ് വരുന്നത് അല്ലേ, ഒരു സാൻഡ് ടെസ്റ്ററാണ് വരുന്നത്, റെഡ് ആൻഡ് ബ്ലാക്ക് വന്നിട്ട്. ഇത് ഫുൾ ഇതിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ സാധനത്തിനൊന്ന് പറയാ, കൂര. ഈ കൂര ചെയ്തിരിക്കുന്നത് ഫുൾ ഇതേ ഇതിലാണ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഈ മിററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് വന്നു, ദെൻ ഒരു പ്രാവശ്യം കൂടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിം ലൈറ്റ് വന്നു. മിറർ വന്നിട്ട് വാങ്ങിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. ഇത് 2000 രൂപയാണ് വരുന്നത്. വാഷ് ബേസിൻ്റെ അവിടുത്തെ മിറർ വന്നിട്ട് നാട്ടിൽ നിന്നാണ്, അത് 4500. ഓക്കെ, ഇതിൻ്റെ ഉണ്ടോ, ഞാനായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഞാൻ നൈറ്റ് എടുത്ത ഒരു വീഡിയോ ആണ്, ലൈറ്റൊക്കെ ഇട്ടിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, മേലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയുണ്ട്. ഇനി വരാൻ പോകുന്ന ക്ലിപ്പ് എന്ന് പറയുന്നത്, വീഡിയോ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ടെസ്റ്ററൊക്കെ, നമ്മുടെ ചുമര ടെസ്റ്ററൊക്കെ എങ്ങനെ ചെയ്തു എന്ന് പറയുന്നതാണ് കേട്ടോ. ചിലർക്കത് യൂസ്ഫുൾ ആണ് കാണും കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ ടെസ്റ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പെയിന്റിംഗ് ആണ് ഇത്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പെയിന്റിങ് ചെയ്യുന്ന പിള്ളേർ ഇങ്ങനെ ചെയ്ത് തന്നതാണ്. ഇത് പീകോക്ക് ഗ്രീൻ വരണത്, അതിൻ്റെ ഒരു മറ്റേ കോമ്പ് പോലത്തെ സാധനം വെച്ച് ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അത് പെയിന്റ്. ഇതെന്താ മെറ്റീരിയൽ, എന്താ പുട്ടി അടിച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? പുട്ടിയല്ല, വേറെ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇത് പെയിന്റ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് കോം ചെയ്തു അല്ലേ, സാധാ പെയിന്റ് അല്ല, താഴെ എന്തൊരു കോട്ടിങ് മണലിനെ പോലത്തെ സാൻഡ് പോലത്തെ ഉണ്ട്, അതിനെ വെച്ച് തേച്ചിട്ട് പിന്നെ അതിനകത്ത് അതൊന്ന് ഡ്രൈ ആവുമ്പോൾ, ചെറുതായിട്ട് ഡ്രൈ ആവുമ്പോൾ ഇങ്ങനെ കോമ്പം വെച്ച് ഇങ്ങനെ വരയ്ക്കും. അതിന്റെ അവരുടെ ഒരു കോമ്പുണ്ട്, അത് വെച്ച് വരച്ചിട്ട് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കും. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഈ കളറും നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്തത് നമ്മൾ കിടക്കാൻ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് സെക്ഷൻ, ഇതിന്റെ ഷെൽഫിന്റെ മേലെ ഒരു ഇത് 7 ഹോഴ്സസ് ഒരു വാസ്തു വെച്ച് വെക്കുന്നതാ. അപ്പൊ അത് ഇന്ന ഡയറക്ഷനിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്. അത് ശരി 7 ഹോഴ്സസ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന വഴിക്ക് ആദ്യം ഇവിടെ വന്നൊക്കെ ഇപ്പോൾ നോക്കിയത് ഇതായിരുന്നു. ഇതിന്റെ വാൾ വന്നിട്ട് എന്താ പറയാ, അല്ലാതെ ഇഷ്ടിക നമ്മൾ ചെയ്തിട്ട്, ഇഷ്ടികയല്ല, പെയിന്റിംഗുകാർക്കൊരു ബാംഗ്ലൂരിൽ പോയി വാങ്ങിച്ചത്. ഈ ലൈറ്റിന് എത്രയോ ഒരെണ്ണത്തിന്? എനിക്ക് 1000 രൂപയ്ക്ക് കിട്ടി. ഇവിടെ ആണെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ, എത്ര റേറ്റ് ഒന്നും അറിയില്ല. ഇവിടെ വാങ്ങിച്ച കാര്യങ്ങളും കാണിച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് കോയമ്പത്തൂരിൽ പോയിട്ട് കോയമ്പത്തൂരിൽ നിന്നാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അത്രയ്ക്ക് എക്സ്പെൻസീവ് ഇങ്ങോട്ട് വരുമ്പോൾ ആവും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ പേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ലാഭത്തിൽ കിട്ടും. ഈ ലൈറ്റൊക്കെ പിടിച്ച് ട്രെയിനിൽ കയറി വന്നു. ഇത് ബാറും ഇല്ല, പക്ഷെ അത് പൊട്ടുന്ന ടെൻഷനൊന്നും ഉണ്ടായിരുന്നു. തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്യും. ഓക്കെ.